അയാളെ UDF എടുക്കണം പറഞ്ഞാൽ അയാൾ ആരാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ ആരാണ്? ഇതൊക്കെ ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്കും തലയ്ക്ക് യാതൊരു വെളിവുമില്ല എന്നാണ് എനിക്ക് പറയാം. ജൂൺ 19 എന്ന് പറഞ്ഞ ഒരു തീയതിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ എന്ത് വാക്കാണ് അയാളുടെ പഠനത്തിൽ ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. അയാളെ എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് ഓടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്. ചേലക്കരയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി UDFന്റെ 6000 വോട്ട് പിടിച്ചുകൊണ്ട് തലയ്ക്ക് വെളിവുണ്ടോന്ന് ഞാൻ ചോദിക്കും. അതൊക്കെ മിനിമം രാഷ്ട്രീയ ബോധമുണ്ട്. ഒന്ന് പിണറായി സോവും ജനങ്ങളും തമ്മിലാണ് പോരാട്ടം. കറക്റ്റ്. അതുകൊണ്ട് തന്നെ ഏത് ചെകുത്താൻ നിന്നാലും ജയിക്കും. കറകളഞ്ഞ UDF മണ്ഡലമാണ് നിലമ്പൂർ. തെറ്റാണ്ട് കാലം അവിടെ ഹരിയാണം കൊണ്ട് ജയിച്ചുകൊണ്ടിരുന്നു. കോൺഗ്രസിന് VS ജോയി വേണോ, ഹരിയാണം ഷൗക്കത്ത് വേണോ, വേറെ ഏതെങ്കിലും ഷൗക്കത്ത് വേണോ എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി തീരുമാനിക്കാൻ അൻവർ എന്ന് പറഞ്ഞാൽ എന്താണ് അവകാശം? അൻവറിന്റെ പാർട്ടിയെ തീരുമാനിക്കാൻ അൻവർ കോൺഗ്രസ്സുകാരന് അവകാശം കൊടുക്കുക. അയാൾ ഏറ്റവും വലിയ രാഷ്ട്രീയ അഭിവേദം കാണിക്കുന്ന ആളല്ലേ? അയാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർത്തിയത് തലയ്ക്ക് വെളിയുള്ള നിർത്തുവോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി അവസാനം നാണം കെട്ട് കൂടി. ഇപ്പോൾ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം PV അൻവറാണ്. ഇപ്പം നിലമ്പൂര് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ LDFനും UDFനും വേണ്ടാത്തൊരു നേതാവായി അൻവർ മാറുമ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും? കാരണം നിലവിലെ സിറ്റിംഗ് MLA കൂടിയാണ് അൻവർ. അൻവറിനോടൊപ്പം ഒരു ജനവിഭാഗം തന്നെ ഉണ്ടെന്ന് കോൺഗ്രസിൻ്റെ തന്നെ K സുധാകരനും പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസ്ഥ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയത് ഈ അൻവർ വിഷയത്തിൽ അറിഞ്ഞുകൊണ്ട് ചെന്ന് തലവെച്ച് കൊടുത്ത് കുരുങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും. എൻ്റെ അഭിപ്രായത്തിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാരും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്കും തലയ്ക്ക് യാതൊരു വെളിവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവരാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാം. എന്താ കാരണം? നിലമ്പൂരത്തെ തെരഞ്ഞെടുപ്പ് വിഷയം എന്താണ്? നിലമ്പൂരിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിലമ്പൂരിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് കേരളത്തിനെ 9 വർഷക്കാലമായി ഭരിച്ച് മുട്ടിച്ച് നശിപ്പിച്ച് ഈ പറഞ്ഞ പോലെ തേറ്റ് കഴുകി കുളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു ഏകാധിപതിയായിട്ടുള്ള പിണറായി വിജയനിൽ നിന്ന് വിമോചനം നേടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നിലമ്പൂരത്തെ മുഴുവൻ വോട്ടർമാർക്കുള്ളൂ എന്ന് ഞാൻ പറയും. മുഴുവൻ വോട്ടർമാരെന്ന് ഞാൻ പറയുമ്പോൾ CPMന്റെ വോട്ടർമാര്, BJPയുടെ വോട്ടർമാര്, കോൺഗ്രസിന്റെ വോട്ടർമാര്, മുസ്ലിം ലീഗിന്റെ വോട്ടർമാര്, അവിടെയുള്ള ബഹുഭൂരിപക്ഷം വോട്ടർമാരും ജൂൺ 19 എന്ന് പറഞ്ഞ ഒരു തീയതിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ എന്ത് വാക്കാണ് അയാളുടെ ഭരണത്തിൽ ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. അയാളെ എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് ഓടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ബഹുഭൂരിപക്ഷം വോട്ടർമാരുടെയും മുന്നിലുള്ളത്. ആ ഉദ്ദേശ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കിട്ടിയ അവസരം ഉപയോഗിക്കാൻ വേണ്ടി ഈ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാവുന്നതിന് പകരം നിലമ്പൂർ മണ്ഡലത്തിൽ 1/4 പൈസയുടെ സ്വാധീനം ഇപ്പോൾ ഇല്ലാത്ത അൻവറിന് 1/4 പൈസയുടെ സ്വാധീനം ഇപ്പൊ ഉണ്ടോ? അവിടുത്തെ സാധാരണക്കാരോട് ചോദിച്ചറിയാം. നമ്മൾ അൻവറിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. 2016 അയാൾ 11,000 വോട്ടിന് അവിടെ ജയിച്ചു. 2021 എത്രായിരം വോട്ടിനാണ് ജയിച്ചത്? ഈ അൻവർ എന്ന് പറഞ്ഞ ഇയാള് 2021 ആകെ 2000 വോട്ടിനാണ് ജയിച്ചത്. 2021 പോലും അയാൾക്ക് എത്ര സ്വാധീനം അവിടെ ചെലുത്താൻ പറ്റുള്ളൂ? ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, നിലമ്പൂർ എന്ന് പറഞ്ഞ 977 മുതൽ കോൺഗ്രസിന്റെ മണ്ഡലമാണത്. കറകളഞ്ഞ UDF മണ്ഡലമാണ് നിലമ്പൂർ. തെറ്റാണ്ട് കാലം അവിടെ ഹരിയാണം കൊണ്ട് ജയിച്ചുകൊണ്ടിരുന്നു. അവിടെ ചില പ്രത്യേക സാഹചര്യത്തിൽ 16 21 അവിടെ UDF ഒന്ന് തോറ്റു, അത്രേ ഉള്ളൂ. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് മണ്ഡലം പോലെ തന്നെ UDFന് പിന്തുണ കൊടുക്കുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ ഈ അൻവർ എന്ന് പറഞ്ഞ ഇയാൾക്ക് 1/4 പൈസയുടെ സ്വാധീനം ഇപ്പോൾ അവിടെ ഇല്ല. കാരണം അയാൾ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് അവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും ബോധ്യായി. നമ്മൾ അയാളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 2 കാര്യം പറഞ്ഞു. ഒന്നെന്താ അയാൾ പറഞ്ഞത് പിണറായി സോവും ജനങ്ങളും തമ്മിലാണ് പോരാട്ടം. ഇതാണ് അയാൾ ആദ്യമായി പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത് അയാൾ പറഞ്ഞത് ഏത് ചെകുത്താൻ നിന്നാലും ജയിക്കും.
ഇതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അൻവർ പറഞ്ഞത്. ഇത് രണ്ടും ഏറ്റവും ഉചിതമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഒന്ന്, പിണറായി സവും ജനങ്ങളും തമ്മിലാണ് പോരാട്ടം, കറക്റ്റ്. അതുകൊണ്ട് തന്നെ ഏത് ചെകുത്താൻ നിന്നാലും ജയിക്കും. രണ്ടുപേരുന്ന പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ. അത് പറഞ്ഞ അയാൾ അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ പറയുന്നത് എന്താണ്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇന്നയാളായിരിക്കണം. അയാൾക്കത് പറയാൻ എന്താണ് യോഗ്യത? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് അല്ലേ തീരുമാനിക്കുന്നത്? കോൺഗ്രസിന് VS ജോയി വേണോ, ഹരിയാണ ഷൗക്കത്ത് വേണോ, വേറെ ഏതെങ്കിലും ഷൗക്കത്ത് വേണോ എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി തീരുമാനിക്കാൻ അൻവർ എന്ന് പറഞ്ഞ ആൾക്ക് എന്താണ് അവകാശം? അൻവറിന്റെ പാർട്ടിയെ തീരുമാനിക്കാൻ അൻവർ കോൺഗ്രസ്സുകാരന് അവകാശം കൊടുക്കുമായിരുന്നു? ഒരിക്കലുമില്ല. അയാൾ എന്തൊക്കെ വൃത്തികേടുകളാണ് വിളിച്ചത്. പിന്നെ അയാളെ UDF കയറ്റിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയാൻ അയാൾ ആരാണ്? അയാൾക്ക് എന്ത് പിന്തുണയാണുള്ളതെന്ന് എന്താണ്, എവിടെയാണ് അയാൾ തെളിയിച്ചിട്ടുള്ളത്? അയാൾ ഏറ്റവും വലിയ രാഷ്ട്രീയ അവിവേകം കാണിക്കുന്ന ആളല്ലേ. അയാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർത്തിയത് തലയ്ക്ക് വെളിയുള്ളവർ നിർത്തുവോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർത്തി അവസാനം നാണംകെട്ട് പിൻവലിച്ചു കൂടി. ചേലക്കരയിൽ അയാളല്ലാതെ ആരെങ്കിലും സ്ഥാനാർത്ഥി, അയാൾ പിണറായിക്കെതിരായിട്ടുള്ള സമരം നടത്തുന്നെന്ന് പറയുന്ന ആള് ചേലക്കരയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി UDFന്റെ 6000 വോട്ട് പിടിച്ചുകൊണ്ട് തലയ്ക്ക് വെളിവുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. അയാൾക്ക് മിനിമം രാഷ്ട്രീയ ബോധമുണ്ടോ? അയാളെ UDF എടുക്കണം എന്ന് പറഞ്ഞാൽ അയാൾ ആരാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ ആരാണ്? അയാളുടെ കയ്യിൽ അയാളുടെ പുറകിൽ ആളുണ്ടെന്നുള്ളതിന് എന്താണ് തെളിവ്? 10 ആള് പോലും അയാളുടെ പുറകിൽ ഇപ്പം നിൽക്കില്ല. കാരണം അയാളുടെ പുറകിൽ നിൽക്കേണ്ട കാര്യം എന്താണ്? അവിടെയുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾ പിണറായി വിജയനെ തോൽപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കണം. കുറച്ച് ആളുകൾ പിണറായി വിജയനെ അനുകൂലിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അൻവറിന് എന്താണ് ഒരു സ്പേസും ഇല്ല. അതുകൊണ്ട് അയാള് ഒരു നോൺ എൻറ്റിറ്റിയാണ് നിലമ്പൂരിൽ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു നേതാവാണ് PV അൻവർ. ആ PV അൻവർ വിഷയത്തിൽ ചുറ്റിത്തിരിയാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാര്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് തലയ്ക്ക് വെളിവില്ല. അൻവർ എവിടെയോ പോകട്ടെ, ഞങ്ങൾക്ക് അൻവറൊന്നും വിഷയമൊന്നുമല്ല. അൻവർ ഞങ്ങളോട് നിൽക്കണത് അൻവർ ഞങ്ങളോട് നിന്നോട്ടെ. അൻവർ നിൽക്കുന്നില്ല, നിൽക്കണ്ട. ഞങ്ങൾ പിണറായി വിജയനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറക്കണവരാണ്. ഞങ്ങൾ അതിലേക്ക് തിരിയും എന്ന് പറഞ്ഞ് അതിലേക്ക് കേന്ദ്രീകരിക്കുകയല്ലായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ പോകുന്നത്. അതിന് പകരം ഈ അൻവർ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അതിനിടയിൽ കൂടി രക്ഷപ്പെട്ടു പോകുന്ന പിണറായി വിജയനാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം, യുക്തി, ഇംഗ്ലീഷ് പറയുന്ന കോമൺ സെൻസ്, അത് കോൺഗ്രസ്സുകാർക്ക് ഇല്ലാതെ പോയെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും?